ആശാവർക്കർമാരുടെ സമരം 53-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ മന്ത്രിയുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷ അർപ്പിച്ച് ആശാവർക്കർമാർ. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുടെ ഇടപെടൽ സ്വാഗതാർഹമെന്നും ആശാവർക്കർമാർ പറഞ്ഞു. മൂന്നാം ഘട്ട മന്ത്രിതല ചർച്ച വിജയിച്ചില്ല എങ്കിൽ സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. ആശാവർക്കർമാരുടെ ഈ ആവശ്യങ്ങൾക്കും സെക്രട്ടേറിയറ്റിന് മുൻപിലെ ഈ മുദ്രാവാക്യങ്ങൾക്കും 53 ദിവസത്തെ പ്രായമുണ്ട്. എന്നിട്ടും സർക്കാർ ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നില്ല. മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കുന്നുമില്ല. ഇവിടെയാണ് ഇന്ന് നടക്കുന്ന മൂന്നാം ഘട്ട മന്ത്രിതല ചർച്ചയിൽ ആശമാർ പ്രതീക്ഷ വയ്ക്കുന്നത്. ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. സംസ്ഥാനം നിർവഹിക്കേണ്ടുന്ന ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് പോകുന്നത് രണ്ടാമത് പോകാം. അത് വേണമെങ്കിൽ എല്ലാ ട്രേഡ് യൂണിയനുകളുമായിട്ട് ചേർന്ന് അത് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച് പോകാമെന്നാണ്. പക്ഷേ ഇവിടെ ഇന്നിപ്പോൾ ചർച്ച നടക്കേണ്ടുന്നത് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 53 ദിവസമായി സമരം ചെയ്യുന്ന സമരസമിതി ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡിന് മേലായിരിക്കണം. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഞങ്ങൾക്ക് നിലപാടുണ്ട്. എത്രയും വേഗം സമരത്തിന് അവസാനം കുറിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ മരണം വരെയും സമരം തുടരുമെന്നും ഇവർ പറയുന്നു. ഞങ്ങളെ പറഞ്ഞ് ഈ പാവപ്പെട്ട ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കാതിരുന്നാൽ മതി. 2 ചർച്ചയും പരാജയപ്പെടുത്തി. ഇനിയെങ്കിലും ഞങ്ങളോട് ഒരു കരുണ കാണിച്ച് ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വീടുകളിൽ പറഞ്ഞു വിടേണ്ട ഒരു ഭാഗ്യം ഞങ്ങൾക്ക്, വീടുകളിൽ പോകേണ്ട ഒരു ഭാഗ്യം ഞങ്ങൾക്ക് വേണം, കിട്ടണം. അതിൽ അങ്ങനെ ഒന്ന് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 100% സന്തോഷമാണ് ഉള്ളത്. ഇന്ന് വൈകിട്ട് 3-നാണ് സെക്രട്ടേറിയറ്റിലെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ചേംബറിൽ ചർച്ച നടക്കുക. 2 ഘട്ടത്തിലെയും ചർച്ച പരാജയപ്പെട്ടതോടെ പ്രതീക്ഷയോടെയാണ് ഈ മൂന്നാം ഘട്ടത്തെ ആശമാർ കാണുന്നത്. കൂടാതെ നിരാഹാര സമരം 15 ദിവസത്തിലേക്ക് എത്തുമ്പോൾ സമരത്തിന് പിന്തുണയും വർദ്ധിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.